ഹലോ, എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എന്നെ കാണുകയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സാണ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. ഇന്നത്തെ രാവിലത്തെ അടുക്കളപ്പണിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ചോറും മീൻ കറിയും മീൻ ഫ്രൈയൊക്കെ ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. വേറെ ജോലികളൊന്നുമില്ല. പിള്ളേരെല്ലാം വീടുകളിലൊക്കെ പോയി. അതുകൊണ്ട് ഇവിടെ വീട്ടിലൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ മതി. ഇന്നത്തേക്കും നാളത്തേക്കൊക്കെ ഉള്ള കൂട്ടാനെല്ലാം ഇന്നിവിടെ ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തരികയും എനിക്ക് ഏറ്റവും കൂടുതൽ തളർച്ചയും ഉണ്ടായ ഒരു ദിവസമാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ആത്മാവിലൂടെ എൻ്റെ മനസ്സിലൂടെ എന്നും കടന്നു പോകുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ ഓർമ്മയായ ദിവസമാണ്. എനിക്കത് ഒരിക്കലും മറക്കാനോ അതെനിക്ക് ചിന്തിക്കുമ്പം തന്നെ സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. എനിക്കെന്നും താങ്ങും തണലും സപ്പോർട്ടുമായി നിന്ന് എൻ്റെ അച്ഛൻ വിടവാങ്ങിയ ദിവസമാണ്. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ നിരന്തരം ഓർമ്മിക്കണം. ഓരോ ട്രാജഡികൾ വരുമ്പോഴും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓടി ഓടി വന്ന് എന്നെ നോക്കുമായിരുന്നു. ഒരാഴ്ച പോലും എന്നെ കാണാതിരിക്കുന്ന ഒരാളായിരുന്നില്ല അച്ഛൻ. സുഖം ഉണ്ടായിരുന്ന സമയങ്ങളിൽ 5 ദിവസം പോലും എന്നെ കാണാതിരിക്കില്ല. ഓടി ഓടി വന്ന് എന്നെ നോക്കും. അതിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ സങ്കടവും ഉണ്ട്. എൻ്റെ മോളെ അച്ഛനറിയാം. എനിക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ കരഞ്ഞിട്ടുള്ളത്. എനിക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ ദുഃഖിച്ചിട്ടുള്ളത്. അത് അച്ഛന് പറ്റിയൊരു തെറ്റ്. അത് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ വിധി എന്ന് കണക്കാക്കിയാണ് ഞാൻ മുന്നോട്ട് പോണത്. നമുക്ക് ഇന്നാരും ഇല്ലാത്തൊരവസ്ഥയാണ്. ആരൊക്കെയോ ഉണ്ട് എന്ന് കരുതി നമ്മൾ ജീവിക്കും. പക്ഷെ നമുക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കും. ആരും നമുക്ക് കാണൂല. തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും അവസാന ഘട്ടം. അച്ഛനെന്ന് പറയണതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, ആർക്കൊക്കെയോ വേണ്ടിയൊക്കെ നമ്മൾ മുമ്പോട്ട് പോയി. പക്ഷെ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. ആരും കാണൂല. ഒരിക്കലും ഒരു സപ്പോർട്ടിനോ താങ്ങിനോ തണലിനോ ആരും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത് എല്ലാവരും. പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ് എൻ്റെ അച്ഛൻ തന്നെയാണ്. ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്നെ കാണാതിരിക്കാനേ പറ്റൂല. അച്ഛൻ 5 ദിവസം തികച്ച് എന്നെ കാണാതിരുന്നിട്ടില്ല. എന്നെ 5 ദിവസം കാണാതിരുന്ന ആൾ പറഞ്ഞേക്കും എന്നെ കാണണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഓടിപ്പോവുകയും ചെയ്യും. എനിക്ക് വലുതായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ എല്ലാ ദിവസവും അച്ഛനെപ്പറ്റി ആലോചിക്കുകയും എൻ്റെ ഓരോ ദുഃഖങ്ങളിലും ഞാൻ ആലോചിക്കും, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് എന്നെ ഒരിക്കൽ നോക്കുകയോ എനിക്കൊരു സപ്പോർട്ട് ചെയ്യുകയോ എനിക്കൊരു താങ്ങാവുകയോ ചെയ്യുമായിരുന്നല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ദുർവിധി എന്നോർത്ത് സമാധാനിച്ചാണ് ഞാൻ മുന്നോട്ട് പോണത്. ഞാനിതൊക്കെ പറയണേ എൻ്റെ ആത്മാവിലെ വേദന കൊണ്ടാണ് പറയണത്. എനിക്ക് അത്രയും ദുഃഖകരമായ ജീവിതമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടായിരിക്കും ഞാൻ അച്ഛനെപ്പറ്റി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ എന്നും ദുഃഖങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുഃഖം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇന്നും കാണുകയും അച്ഛൻ്റെ ആത്മാവിന് സങ്കടവും ദുഃഖവും മോശവും ഉണ്ടാവുകയില്ലെന്നും എനിക്കറിയാം. അച്ഛൻ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ പെണ്ണിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, അവൾക്ക് ആരുമില്ലാതായിപ്പോയല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കും, ചില സമയങ്ങൾ വിചാരിക്കും എൻ്റെ അച്ഛൻ മരിച്ചതാണ് നല്ലത്. പിന്നീടുള്ളൊരു കാര്യങ്ങൾ അച്ഛന് കാണണ്ട. എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് ചില സമയങ്ങളിൽ അച്ഛൻ മരിച്ചത് നല്ലതെന്ന് വിചാരിക്കും. ഇന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് അച്ഛൻ ജീവിച്ചിരിക്കില്ല, ഏജ് ഓവറായി കാണും. പക്ഷേ കുറച്ചുകൂടെ മരിച്ച് കുറച്ച് സമയം കൂടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ എനിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ അച്ഛന് മോശം കൊടുത്തതായിരിക്കാം. പക്ഷേ അച്ഛൻ്റെ ആത്മാവിന് മോശം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി നടന്ന ദിവസമാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത് അച്ഛനുണ്ടായിരുന്നപ്പം മാത്രമാണ്.